നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കടലായിരുന്നു. KPCC അധ്യക്ഷൻ മുതൽ 14 ജില്ലകളിലെയും നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരുമൊക്കെ എത്തി. പക്ഷേ ഒരു പ്രധാന നേതാവ് മാത്രം എത്തിയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ മത്സരിച്ച ശശി തരൂർ MP. നിലമ്പൂരിൽ പ്രചരണത്തിന് ആരും ശശി തരൂരിനെ വിളിച്ചില്ല. പ്രചാരണത്തിന് വരുമോ എന്ന് ആരും തരൂരിനോട് ചോദിച്ചതുമില്ല. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് തരൂർ എത്തുന്നുണ്ട്. ഫ്രഞ്ച് അംബാസിഡർ എത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇത്. ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിലും തരൂർ പങ്കെടുക്കും. അതിനുശേഷം വീണ്ടും വിദേശയാത്രയ്ക്ക് പോകും തരൂർ. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഈ യാത്ര. അതിപ്രധാന നയതന്ത്ര ദൗത്യം ഈ യാത്രയിലും തരൂരിന് മുന്നിലുണ്ടെന്നാണ് സൂചന. റഷ്യൻ സർക്കാരിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അനുമതി വാങ്ങിയാണ് തരൂർ പോകുന്നത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുകയെന്ന അനിവാര്യതയും ഈ ദൗത്യത്തിൻ്റെ അജണ്ടയിലുണ്ടെന്നതാണ് റിപ്പോർട്ട്. അതായത് നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലോ ഒന്നും തരൂർ പങ്കെടുക്കില്ല. അത് നിശബ്ദ പ്രചരണത്തിലാണെങ്കിൽ പോലും. ശശി തരൂരുമായി ഏറെ വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്നും എപ്പോഴും ആശയവിനിമയം നടത്തിയിരുന്ന വ്യക്തി. എന്നാൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ ശേഷം ഷൗക്കത്തിൽ നിന്നൊരു സന്ദേശവും തരൂരിന് ലഭിച്ചില്ല. കോൺഗ്രസ് നേതൃത്വവും തരൂരിനെ ബന്ധപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിലേക്ക് തരൂർ പോകാത്തതെന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി സംഘത്തെ തരൂർ നയിച്ചത് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെയാണ്. ഇത് ഏറെ വിവാദമായിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള ഏത് ദൗത്യവും ഏറ്റെടുക്കുമെന്നും തരൂർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ ആഗോളതലത്തിൽ നയതന്ത്ര ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതി ഉണ്ടാക്കുമെന്നും അതിനെ തരൂർ നയിക്കുമെന്നുമെല്ലാം റിപ്പോർട്ടിലെത്തി. ഈ സാഹചര്യങ്ങൾ കാരണം നിലമ്പൂരിൽ കോൺഗ്രസിനായി വോട്ട് ചോദിക്കാൻ തരൂർ എത്തുമോ എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമായി മാറി. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തരൂർ കേരളത്തിലെത്തുന്നത് പരസ്യ പ്രചാരണത്തിന് ശേഷമാണ്. അതിനിടെ പ്രചരണത്തിന് വരാമെന്ന് തരൂർ അറിയിച്ചിട്ട് പോലും കോൺഗ്രസുകാർ അനുകൂലമായി പ്രതികരിച്ചില്ലെന്നും റിപ്പോർട്ടുകളെത്തി. എന്നാൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരുമായും തരൂർ നടത്തിയില്ലെന്നതാണ് വസ്തുത. ഷൗക്കത്തും പ്രചരണത്തിന് എത്തണമെന്ന് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും തരൂർ ഈ വിഷയത്തിൽ നിശബ്ദനായി. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന് ആ സീനിയർ നേതാവെന്ന പരിഗണന സതീശനും നൽകിയില്ലെന്നത് തരൂർ ക്യാമ്പ് പറയുന്നുണ്ട്. ഇതിനൊപ്പമാണ് തരൂരിന്റെ അടുത്ത നയതന്ത്ര ദൗത്യവും ചർച്ചകളിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസിഡറുമായുള്ള പരിപാടിക്ക് ശേഷം മോസ്കോയിലേക്കാണ് തരൂർ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം പങ്കെടുക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷവും അതിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളുമെല്ലാം ചർച്ചയാകുന്ന ഈ സമയത്ത് തരൂരിന്റെ റഷ്യൻ യാത്രയ്ക്ക് പ്രാധാന്യമേറെയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയുള്ള ഈ യാത്രയ്ക്ക് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധി എന്ന പരിവേഷമുണ്ടോ എന്ന ചോദ്യത്തിന് തരൂർ ക്യാമ്പ് കൃത്യമായ മറുപടി പറയുന്നില്ല. ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം. റഷ്യൻ സർക്കാർ നേരിട്ട് നടത്തുന്ന കോൺഫറൻസിലാണ് തരൂർ പങ്കെടുക്കുക എന്നും സൂചനകളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയിലും തരൂർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായി. പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഇന്ത്യക്ക് അനുകൂലമായി തിരുത്തലും വരുത്തി. പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ അമേരിക്കൻ ജനപ്രതിനിധി കളിയാക്കിയതും തരൂരിസത്തിന്റെ ഇടപെടലായിരുന്നു. ഇതിന് പിന്നാലെ UK തരൂർ പോയി. ലണ്ടൻ ദൗത്യവും രാജ്യത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ യാത്ര. കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഈ യാത്രകളെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതൊന്നും തരൂർ ക്യാമ്പോ സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ തരൂരിന് മോസ്കോയിൽ നിർണായക ദൗത്യങ്ങളുണ്ടെന്നതാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് ശേഷം തരൂർ വിദേശയാത്രകളും നടത്തിയിരുന്നു. മോസ്കോ യാത്രയും അന്ന് ചർച്ചയായിരുന്നു എന്നാണ് സൂചന. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായതിനു ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ തനിക്ക് രാഷ്ട്രീയ വേർതിരിവ് ഇല്ല എന്ന് ശശി തരൂർ വിശദീകരിച്ചിട്ടുണ്ട്. തുടർന്നും ഇതേ നിലപാട് തന്നെയാകും എടുക്കുക എന്ന് ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ലേഖനം എഴുതിയത്. ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ പാർട്ടി നയമല്ല, പൊതുവായ നയമാകും സ്വീകരിക്കുക. ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സംഘങ്ങളെ അയച്ചിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. വിദേശ സന്ദർശക സംഘത്തിന്റെ വിജയസാധ്യത ചോദ്യം ചെയ്തവരെ വിമർശിക്കുന്ന തരൂർ സംഘം എന്തിനാണോ പോയത് അത് നേടിയാണ് തിരിച്ചെത്തിയതെന്നും പറയുന്നു.
നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നേതാക്കൾ രാഷ്ട്രീയവും ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. രാജ്യം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനാണ് തരൂർ പ്രാധാന്യം നൽകുന്നതെന്ന് വേണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പങ്കാളിത്തമില്ലായ്മയെ കാണാൻ എന്ന് പറയുമ്പോൾ മറുതലയ്ക്കൽ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. 4 തവണ MP ആക്കിയ പ്രസ്ഥാനം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കൈകോർത്തു നിൽക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ എന്ന ചോദ്യം. പാർട്ടി തന്നെ അറിയിച്ചില്ല എന്നും പാർട്ടിയോടൊന്നും ആവശ്യപ്പെട്ടില്ലെന്നും പരസ്പരം പറയുന്നിടത്ത് എല്ലാം അവസാനിക്കുമോ? കേന്ദ്രത്തെ ഭരിക്കുന്ന BJP സ്വമേധയാ കോൺഗ്രസ്സുകാരനായ ശശി തരൂരിനെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു പ്രവൃത്തിക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം പോകുന്നു. നിലമ്പൂർ പോരാട്ടത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു. അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നും മറുപക്ഷം വാദിക്കുന്നു. ഒന്നുറപ്പാണ്, കേരള രാഷ്ട്രീയത്തിൻ്റെ തലങ്ങളിൽ നിന്നും അദ്ദേഹം പുറത്തു കടന്നിരിക്കുന്നു. അദ്ദേഹം ഇനി ഉയരങ്ങളിലേക്ക് പറക്കാൻ പോകുന്നു.